സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കമ്പ്യൂട്ടർ പവർ സപ്ലൈ അഥവാ SMPS കേടായി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ SMPS അഥവാ പവർ സപ്ലൈ. ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മെയിൻ സപ്ലൈ ആണ് ഈ കാണുന്ന വലിയ പിന്ന്, അതായത് 24 പിന്നാണ് ഈ മദർ ബോർഡിൻ്റെ മെയിൻ സപ്ലൈയിലുള്ളത്. ഇതിനകത്ത് 12 വോൾട്ട് ഉണ്ട്, ഒരു 5 വോൾട്ട് ഉണ്ട്, ഒരു 3 വോൾട്ട് ഉണ്ട്. അങ്ങനെ 3 പവർ സപ്ലൈ സെക്ഷനാണ് ഇതിനകത്ത് വരുന്നത്, 24 പിന്നിൽ വരുന്നത്. ഇതിൻ്റെ ഈ മഞ്ഞ വയർ കാണുന്നതെല്ലാം 12 വോൾട്ട് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ബ്ലാക്ക് എല്ലാം കോമൺ വയറും, അതുപോലെ ഓറഞ്ച്, അതുപോലെ റെഡ് ഉണ്ട്. റെഡിലും ഓറഞ്ചിലും ഈ പറഞ്ഞ പോലെ 5 വോൾട്ടും 3 വോൾട്ടും ആണ് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്ക് ഒരു സപ്ലൈയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ 2 സപ്ലൈ ആണ് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്ക് വന്നത്. ഒരു 4 വയറുള്ള ഒരു പിന്നും കൂടെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ബാലൻസ് ഉള്ള പിന്നുകളെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്കും ഡ്രൈവിലേക്കുമാണ്. ഇനി നമുക്ക് SMPS ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരു AC പവർ കോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 12 വോൾട്ടിൻ്റെ DC ബൾബാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മൾട്ടിമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി മൾട്ടിമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അതുകൂടാതെ ഒരു ഇലക്ട്രിക് കേബിളിൻ്റെ ചെറിയൊരു പീസ് ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമാണ്. 24 പിന്നുള്ള ഇതിൻ്റെ മെയിൻ പവർ സപ്ലൈ യൂണിറ്റിൽ ഇതിനകത്ത് നിങ്ങൾ കണ്ടു കാണും, ഒരു ഗ്രീൻ വയർ ഇതിനകത്തുണ്ട്. ഒരു ഗ്രീൻ വയർ മാത്രമാണ് എല്ലാ പവർ സപ്ലൈ യൂണിറ്റിലും ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്രീൻ വയറും ഈ തൊട്ടടുത്തുള്ള ബ്ലാക്ക് വയറും തമ്മിൽ ഷോർട്ട് ചെയ്യണം. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് SMPS നല്ലതാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു, ഒരു ഗ്രീനിലും ബ്ലാക്കിലും. ഇനി നമുക്കത് ഓണാക്കി നോക്കാം. ഈ DC ബൾബ് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് റെഡാണ്, നെഗറ്റീവ് ബ്ലാക്കാണ്. SMPSൻ്റെ പവർ സപ്ലൈ യൂണിറ്റിൽ 12 വോൾട്ട് യെല്ലോ വയറാണ്, മൈനസ് വന്നത് ബ്ലാക്കാണ്. നമുക്ക് ഇതിൻ്റെ റെഡ് വയർ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം. റെഡ് വയർ യെല്ലോ വയറിലേക്ക് കണക്ട് ചെയ്യുക. DC ബൾബിൻ്റെ ബ്ലാക്ക് വയർ ഇതിൻ്റെ ബ്ലാക്കിലേക്ക് കണക്ട് ചെയ്യുക. നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി SMPS ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. പവർ കോഡ് SMPSലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്കിത് ഓണാക്കാം. അപ്പോൾ നമ്മുടെ SMPS നല്ലതാണ്. ബാലൻസ് ഉള്ള വോൾട്ടും കൂടെ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ മൾട്ടിമീറ്റർ DC വോൾട്ടിലേക്ക് ചേഞ്ച് ചെയ്യാം. DC 20 വോൾട്ടിലേക്ക് നമ്മൾ ഇത് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് SMPSൻ്റെ വോൾട്ട് ഒന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ 12 വോൾട്ട് DC ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ഇതിൻ്റെ യെല്ലോ വയറിലേക്ക് കണക്ട് ചെയ്യാം. നെഗറ്റീവ് ഇതിൻ്റെ കോമൺ ബ്ലാക്കിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 11.73, അതായത് 12 വോൾട്ട് ഉണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ 3 വോൾട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഓറഞ്ച് വയറാണ് 3 വോൾട്ട് എന്ന് പറയുന്നത്. ഓറഞ്ച് വയർ പോസിറ്റീവ്, അതിന് വേണ്ടി കോമൺ വയർ നമ്മൾ എടുക്കുന്നു ബ്ലാക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ കാണാൻ പറ്റും 3.22 ആണ് കാണിക്കുന്നത്. 3 വോൾട്ട് സപ്ലൈ ആണത്. അടുത്തത് 5 വോൾട്ട് സപ്ലൈ ആണ്. അതിന് റെഡ് വയറിലാണ് ഇതിൻ്റെ 5 വോൾട്ട് സപ്ലൈ വരുന്നത്. അപ്പോൾ റെഡ് വയറിൽ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. കോമൺ വയർ ബ്ലാക്ക്, എല്ലാത്തിൻ്റെയും കോമൺ വയർ ബ്ലാക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്റർ കാണാൻ പറ്റും 5.3 5 വോൾട്ട് സപ്ലൈ. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ SMPS കേടായി കഴിഞ്ഞാൽ എങ്ങനെ അറിയാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.